ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവനാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നന്ദി ദൈവത്തിന് നന്ദി പറയാം. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദിവസം തരുന്ന ദൈവത്തിനോട് നന്ദി പറയാം. First of all, we can give the thanks and praise to the Lord. This is a Malayalam message. Tuesday, Malayalam message. Tuesday or Thursday is Malayalam message. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് സംസാരിക്കുന്ന സദൃശ്യവാക്യം Book of Proverbs chapter 30 verses 5. സദൃശ്യവാക്യം 30 അധ്യായം 5-ാം വാക്യം. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ തന്നെ. ഇതിലൊരു പ്രാർത്ഥിതാവ് നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവേയും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രനെയും വിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന അനേകം ആൾക്കാർ വിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താന്നറിയ ആളക്കവ കൊടുക്കുന്നവർക്ക് കർത്താവ് നന്ദി. In Jesus' mighty name I pray. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്ന് നമ്മൾ വായിക്കുന്നത് സദൃശ്യവാക്യം Book of Proverbs chapter 30 verses 5. സദൃശ്യവാക്യം 30 അധ്യായം 5-ാം വാക്യം വായിക്കുന്നത് വെച്ചാൽ every word of God is pure and he is a shield to those who put their trust in him. അതാണ് പറയുന്നത് വെച്ചാൽ ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവനൊരു പരിചയ തന്നെ. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു പരിചയ തന്നെ എന്നാണ് പറഞ്ഞത്. ഏത് ബൈബിൾ വാക്യം എടുത്തു കഴിഞ്ഞാലും അതിന് ശക്തിയുണ്ട്. നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ബൈബിൾ വാക്യത്തിന് ശക്തിയുണ്ട്, ബലമുണ്ട്. പ്രൈസലോ. അപ്പം നമ്മൾ വിചാരിക്കും ബൈബിൾ വാക്യങ്ങൾക്ക് നമ്മൾ ചുമ്മാ പറയുന്നതല്ല. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും കഠിനന്മാരെ പോലെ ചിറകടിച്ചു വരും. കർത്താവ് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു, ബലമില്ലാത്തവർക്ക് ബലം നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് എത്ര ബൈബിൾ വാക്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. ഈ ബൈബിൾ വാക്യങ്ങളെല്ലാം കർത്താവ് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. ഈ വചനം നമ്മൾ പറയുമ്പോൾ കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകല വചനം ശുദ്ധി ചെയ്തതാകുന്നു. വിശുദ്ധാത്മാവ് ചുമ്മാതെ എഴുതിയതല്ല, മറിച്ച് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ബൈബിളിൻ്റെ അകത്തുണ്ട്. പ്രൈസ് ലോർഡ്. ഈ ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തം ബൈബിളിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിളിൻ്റെ വചനം ആരൊക്കെ ജ്ഞാനത്തോടെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അവിടെ അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് എവരി വേർഡ് ഓഫ് ഗോഡ് ഇസ് പ്യുവർ. എവരി വേർഡ് ഓഫ് ഗോഡ് ഇസ് പ്യുവർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹി ഈസ് എ ഷീൽഡ് ടു ദോസ് ഹു പുട്ട് their trust in him. Praise the Lord. ഹല്ലേലൂയ. തുറമായിട്ട് വന്ന എഫെസ്യർ ലേഖനം. ഇപ്പം ഞാനൊക്കെ ആദ്യ ഘട്ടങ്ങളിൽ കർത്താവിൻ്റെ വചനം എടുത്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിവില്ലാതെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ആത്മമണ്ഡലത്തിൽ കാര്യങ്ങൾ നടക്കും. പക്ഷെ അറിവോട് കൂടി എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശക്തിയുടെ ബലം വ്യാപരിക്കും, ശക്തി വ്യാപരിക്കും. ഇന്ന് നിങ്ങളുടെ ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും കർത്താവിൻ്റെ വചനം ശക്തിയോട് കൂടി എടുത്ത് ഉപയോഗിക്കാൻ ദൈവം സാധിക്കുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. രണ്ടു കൊടുക്കാൻ നോക്കിയില്ലാത്ത അവസ്ഥ, ഘട്ടങ്ങൾ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട അവസ്ഥ, എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടും പ്രയാസം, ഒരു പെൻസിന് വേണ്ടിയും ബുദ്ധിമുട്ടുകളുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിൻ്റെ വചനമാണ്. സിംഹക്കുട്ടികളെ ഇരകെട്ടാതെ അറിയും. കർത്താവിനെ ആശ്രയിക്കുന്നവർക്കോ ഒന്നിനൊരു കുറവുണ്ടാകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മൾക്ക് ഒന്നും ഒരു കുറവുണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ട ബൈബിൾ വാക്യങ്ങൾ നിങ്ങൾ ബൈബിളിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കണം. എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കണം. ബിസിനസ്സിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, കുടുംബ ജീവിതത്തിന് വേണ്ടി, അതേപോലെ തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ജീവിതത്തിൽ ഓരോരോ ആവശ്യങ്ങൾക്ക് ഓരോ ബൈബിൾ വചനങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എഴുതപ്പെട്ടിരിക്കുന്നു. അത് നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ അവിടെ ശക്തിയുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പം കർത്താവ് പറഞ്ഞേ എഫെസ്യർ ലേഖനം 1:7 പറഞ്ഞ് അവനിൽ നമുക്ക് ദൈവത്തിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. Book of Ephesians chapter 1 verse 7. In whom we have our redemption through his blood, the forgiveness of our trespasses according to the riches of his grace.
യേശു ക്രിസ്തുവിൻ്റെ വചനത്താൽ യേശു ക്രിസ്തുവിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പാവമോചനമുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്, ഒരു ഉയർപ്പുണ്ട് യേശു ക്രിസ്തുവിൻ്റെ വചനത്താൽ. അതുകൊണ്ട് തന്നെ ജീവിതം അവസാനിച്ചു എന്നാരും വിചാരിക്കരുത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു ജീവിതം വയസ്സൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ വചനം എന്നാ പറയുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിലായിരിക്കുന്നത് പുതിയൊരു സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പുതിയ സൃഷ്ടിയാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, പുതിയ റെവലേഷൻസിന് വേണ്ടി, പുതിയ പുതിയ കാര്യത്തിന് വേണ്ടി കർത്താവ് നമ്മളെ ഉയർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ശക്തിപ്പെടാം, ദൈവസ്നേഹത്തിൽ നമുക്ക് നിറയാം. ഈ ദൈവമാണ് സത്യം, ദൈവമല്ലാതെ വേറെ സത്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ബുക്ക് ഓഫ് എഫീസിയൻസ് ചാപ്റ്റർ 1:7. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, ദൈവത്തിൻ്റെ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻകൂട്ടി ക്രിസ്തുവിൽ ആശീർവദിച്ചരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ നമ്മൾ അവകാശം പ്രാപിച്ചു. അവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലേക്ക് എന്തൊക്കെ പ്രോമിസ് വാഗ്ദത്തങ്ങൾ പിതാവായ ദൈവം അബ്രഹാം വഴി ഇസ്ഹാക്ക് യാക്കോബ് ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ അവകാശത്തിലൂടെ അതിലൂടെ നമുക്ക് അവകാശം കിട്ടിക്കഴിയും. യേശു ക്രിസ്തുവിലൂടെ നമ്മൾ അനുഗ്രഹത്തെ അനുഗ്രഹിക്കപ്പെടും, വർദ്ധന വർദ്ധിക്കപ്പെടും, എല്ലാ മേഖലയും നമ്മൾ വർദ്ധിക്കും യേശു ക്രിസ്തുവിൽ. അതാണ് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെട്ടു. കൺവിൻ നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നുവെന്ന് 1 യോഹന്നാൻ സുവിശേഷം 1 വാക്യം പറയുന്നു. അങ്ങനെ തന്നെയാണ് താനും നമ്മൾ ദൈവമക്കളാണെന്ന് പറയുന്നു. ദൈവമക്കളെങ്കിലും അവകാശികളും ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ക്രിസ്തുവിൽ ആശ്രയിച്ചവരായ നിങ്ങൾ അവൻ്റെ മഹത്വത്തിന് ഘോഷിക്കാവേണ്ടത് തന്നെ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന് ഘോഷിക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ ചാരമായി വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാനെ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാനെ നമ്മൾ മുദ്രയിട്ടിരിക്കുന്നു. യേശു ക്രിസ്തു നമ്മൾ സീൽ ചെയ്തിരിക്കുന്നു പരിശുദ്ധാത്മാവിൽ. ഇൻ which is an earnest of our inheritance unto the redemption of own possession unto the praise of his glory. We are sealed by the promise of his Holy Spirit. അതാണ് നമ്മളിനി ഒരു വ്യക്തിക്ക് നമ്മളെ തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല, ഒരു വ്യക്തിക്ക് നമ്മളെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശത്രുക്കൾ എത്ര ശ്രമം ചെയ്യാനും കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങളോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നുമില്ലാതെ തീരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് എവിടെ പോകുന്ന കൈകളൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് അനുകൂലമാണ്. നിങ്ങൾക്ക് വേണ്ടി എത്ര ആൾക്കാരെ നിങ്ങൾക്ക് തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് തരുവാണ്. ഒരു പ്രാർത്ഥിക്കും. പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവിനെ പ്രാർത്ഥിക്കും. പിതാവിനെയും പുത്രനെയും വിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പിന്നെ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കും. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. So God bless all of you. So thank you very much. Okay.